എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച്. ശരിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ, നമ്മുടെ ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിലെ, നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തില്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തില് എന്തോ എവിടെയൊക്കെയോ ചെറിയ ചെറിയ താളപ്പിഴകൾ കണ്ടുവന്നു. ഈ കാലഘട്ടങ്ങളിൽ ഡൈവോഴ്സ് ഒത്തിരി കൂടും, ഒത്തിരി ഫാമിലി പ്രോബ്ലംസ് കൂടുന്നു, ഫാമിലി കോർട്ടുകളിലൊക്കെ ഒത്തിരി കേസുകൾ ഉണ്ടാകുന്നു. എന്തായിരുന്നു ഇതിന് കാരണം വളരെ സിമ്പിളാണ്. പരസ്പരമുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ക്ഷമയിലും എവിടെയൊക്കെയോ ചെറിയ ചെറിയ താളപ്പിഴകളുണ്ടാകും. ഈശ്വരൻ നമ്മളുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ കൈകളിലൂടെ തന്നെ ഈശ്വരൻ അതെല്ലാം വളരെ മനോഹരമായിട്ട് കാണിച്ചു തരും. നമുക്കൊരു ചെറിയ എക്സ്പീരിയൻസിലൂടെ നമുക്കതൊന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ. നമ്മുടെ ഈ 10 വിരലുകൾക്ക് ഒരു കുടുംബമായി സങ്കല്പിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ എക്സ്പീരിയൻസ്. ഈ വിരലുകളെ നമ്മൾക്ക് തള്ളവിരൽ എന്നാണ് പറയുക. ഈ തള്ളവിരൽ നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകും തള്ളവിരൽ എന്താണ്. ഒരു കുടുംബമായിട്ട് എടുത്താൽ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ എന്നർത്ഥത്തിൽ നമുക്ക് എടുക്കാം. തള്ളവിരലാണ്. ഇവര് നമ്മുടെ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയായിട്ട് നമുക്ക് എടുക്കാം. മാതാപിതാക്കൾ. ഇത് ചൂണ്ടാണി വിരലാണ്. ചൂണ്ടാണി വിരൽ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് മറ്റൊരാളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരാളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നത് ഈ വിരൽ ഉപയോഗിച്ചാണ്. അതേപോലെ തന്നെ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും വേറൊരാൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഈ വിരൽ. നമ്മളുടെ തെറ്റുകളെ ഏറ്റവും നന്നായി നമ്മളെ ചൂണ്ടിക്കാണിക്കാനും നമ്മളെ തിരുത്താനും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സഹോദരന്മാർ തന്നെയും നല്ല സഹോദരന്മാർ. ആ നല്ല സഹോദരന്മാരായിട്ട് നമുക്ക് ഈ വിരലുകളെ എടുക്കാം. അപ്പോൾ നമ്മുടെ 10 വിരലുകൾ ചേർന്ന കുടുംബത്തിലെ സഹോദരന്മാരാണ് ഈ ചൂണ്ടാക്കുന്നത്. ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ചെറുവിരലാണ്. ചെറുവിരൽ ഉള്ള വിരലുകളിൽ ഏറ്റവും ചെറുത്, അതുകൊണ്ട് തന്നെ ഇതിന് ചെറുവിരൽ എന്ന് പറയുന്നു. ഈ വിരലുകൾ നമ്മുടെ കുടുംബത്തിലെ മക്കളായിട്ട് നമുക്കെടുക്കാം. മക്കളാണ്. ഇത് മോതിര വിരലാണ്. വിവാഹ മോതിരം അണിയിക്കുന്നത് ഈ വിരലിലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മുടെ ഫാമിലി ആയിട്ട് എടുത്താൽ ഇവരാരായിരിക്കും? നമ്മുടെ കുടുംബത്തിലെ ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കും, ദമ്പതിമാരാണ്. ഓക്കെ. ഇത് നടുവിരലാണ്. നടുവിരൽ സെന്റർ. എന്തിനും ഒരു സെന്റർ ഉണ്ട്. സെന്റർ ഇല്ലാത്ത ഒന്നും ശാശ്വതമല്ല. ഭൂമിക്കുണ്ട് സെന്റർ. ഭൂമിയുടെ അച്ചുതണ്ടില് ഭൂമി കൃത്യമായി കറങ്ങുന്നു. എന്തിനുമുണ്ട് അതിനെ ചുറ്റുന്ന ഒരു ലോകം. നമ്മുടെ വിരലിന്റെ സെന്റർ, നമ്മുടെ കൈ കുടുംബത്തിലെ സെന്ററാണ് ഈ വിരൽ. ഈ സെന്ററിനെ കൊണ്ട് നമ്മളുടെ ഈ കുടുംബത്തെ നമ്മളൊന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നടുവിരൽ ഇതുപോലെ മടക്കുക. നടുവിരൽ ഇതുപോലെ മടക്കുക. അതിനുശേഷം ഈ വിരലുകൾ തമ്മിൽ ഇതുപോലെ മുട്ടിന്റെ ഭാഗം ഇതുപോലെ ചേർത്ത് വയ്ക്കും. മുട്ടിന്റെ ഭാഗം ഇതുപോലെ ഇതുപോലെ ചേർത്ത് വെക്കുന്നത്. ഇതിപ്പോ നമ്മളൊരു കുടുംബത്തെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തെ നമ്മൾ യോജിപ്പിച്ചു. ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് സ്നേഹം, കൃതജ്ഞത, നന്ദി, വിനയം, എളിമ, താഴ്മ, ഷെയറിങ്, കെയറിങ് എല്ലാം കൊണ്ടാണ് നമ്മൾ ഈ കുടുംബത്തെ യോജിപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് നമ്മളുടെ കുടുംബാംഗങ്ങളെ ഒന്ന് യോജിപ്പിക്കാം. അച്ഛനും അമ്മയും കൂട്ടിമുട്ടിയിരിക്കുന്നു. അച്ഛനും അമ്മയും, സഹോദരന്മാര്, മക്കള്, ഭാര്യയും ഭർത്താവും എല്ലാം യോജിപ്പിച്ചു. ഇവിടെ ഈ സെന്റർ കറക്റ്റായിട്ട് യോജിച്ചിരിക്കണം. ഒരിക്കലും ഇങ്ങനെയോ ഇത് അകലാൻ പാടില്ല. ഇതിവിടെ കറക്റ്റായിട്ട് നേരെ യോജിക്കും. ഓക്കെ. ഇതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ തള്ള വിരൽ ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് അകത്തും ചെയ്ത് നോക്കും. നമുക്ക് നോ പ്രോബ്ലം. കാരണം നമ്മുടെ അച്ഛനമ്മമാര് നമ്മളുടെ ഒപ്പം എല്ലാ കാലങ്ങളിലും ഉണ്ടാകണമെന്നും നിർബന്ധമുണ്ട്. അവർക്ക് മാറ്റങ്ങളുണ്ടാകാം, അവർ മാറിപ്പോകാം. ഇതൊന്നും നമ്മൾ കൂടുതലായി നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. ഇത് ലോകത്തിൻ്റെ ഇഷ്ടം. ഇത് നമ്മുടെ സഹോദരന്മാരെ ഒന്ന് നിങ്ങൾ നോക്കൂ. സഹോദരന്മാരും നമ്മളിന്ന് അടുക്കാം, അകലാം. ഇവിടെ നോക്കൂ.
നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അടുക്കാം അകലാം, അവരടുത്താലും അകന്നാലും കുഴപ്പമില്ല. കാരണം കാലം അതാണ്. കാരണം മക്കളെ വിവാഹം കഴിച്ച് നമ്മൾ അയക്കും, അവർക്ക് ജോലി കിട്ടിയ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാം, എന്നാലൊന്നും നമ്മളെ അത് സ്വീകരിച്ചില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ ദമ്പതിമാരെ ആ 3 പേരിലൊന്ന് നിങ്ങൾക്ക് അകത്താൻ കഴിയുന്നുണ്ടോ നോക്കൂ. സെൻട്രൽ വിരൽ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അകത്താൻ കഴിയുന്നുണ്ടോ? ഇതുപോലെ സെൻട്രൽ വിരൽ ചേർത്ത് വെച്ചുകൊണ്ട്. എന്താണ്? എനിക്ക് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതിങ്ങനെ അകന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നുകൊണ്ട് നിങ്ങൾക്കിത് സാധിക്കാം. പക്ഷെ ഇത് അടുപ്പിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ചെറിയൊരു പെയിൻ ഉണ്ട്. ഇതാണ് സ്നേഹം. ഈ കൂടിയിരിക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹത്തോടെ നിങ്ങൾ ഒട്ടിയിരിക്കുന്ന സമയത്ത് സ്നേഹം, കൃതജ്ഞത, നന്ദി, വിനയം, എളിമ, താഴ്മ ഇതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അകലാൻ കഴിയില്ല. അകലാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വേദനയുണ്ടാകും, ചെറിയ ചെറിയ പെയിൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സ്നേഹം, സന്തോഷം, കൃതജ്ഞത, നന്ദി, വിനയം, എളിമ, താഴ്മ, കെയറിങ് എല്ലാം ഉണ്ടാകണം. ഇതിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചെറിയ ചെറിയ പെയിൻ ഉണ്ടാകും, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകും. അറിഞ്ഞുകൊണ്ട് ഈശ്വരൻ നമ്മുടെ ഭക്തിയിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കി തന്നു, ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ സ്നേഹവും സന്തോഷവും സഹനവും വിനയവും എളിമയും പരസ്പരം മനസ്സിലാക്കലും എല്ലാം ഉണ്ടായി നല്ലൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നിങ്ങൾ മാറട്ടെ.